Hello everyone, welcome back to my YouTube channel. So, ഇപ്പോൾ സമയം പറയുകയാണെങ്കിൽ കറക്റ്റ് 5 മണിയായി. അലാം അടിച്ചു, ഞാൻ എണീറ്റ് ലൈറ്റ് ഇട്ട ഉടനെയാണ് വീഡിയോ എടുക്കുന്നത്. അതാണ് ലൈറ്റ് ഇങ്ങനെ ഇതുള്ളതുകൊണ്ടാണ് കണ്ണിങ്ങനെ ചിമ്മിയിരിക്കണത്. സോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ഒരു ട്രിപ്പുണ്ട്. ഞാനും അപ്പനും അമ്മയും ചേച്ചിയും ഞങ്ങൾ 4 പേരും കൂടെ കുറേ കാലത്തിന് ശേഷം ഒരുമിച്ച് 4 പേരും കൂടെ 4 സ്ഥലത്തു നിന്ന് ഒരുമിച്ചൊരു സ്ഥലത്തായതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രിപ്പുണ്ട്. അത് എങ്ങോട്ടാണ് ട്രിപ്പ് എന്നൊന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ഒരു ട്രിപ്പ് ഉണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനുവേണ്ടി ഷോപ്പിങ്ങിന് പോകുന്നത് നിങ്ങൾ കണ്ടു, എല്ലാം ഉണ്ട്. അപ്പം ഞങ്ങൾ 4 പേരും പിന്നെ ഗുജറാത്തിലുള്ള ആ 3 ആൻറ്റിമാരിൽ, ഐ മീൻ അമ്മയെ ഉൾപ്പെടെയുള്ള 3 ആൻറ്റിമാരിൽ ഒരു ആൻറ്റിയുടെ ഫാമിലിയും കൂടെ ഉണ്ട്. ഓക്കെ, അപ്പം ഞങ്ങൾ 8 പേരും കൂടെ ഒരു സ്ഥലം വരെ പോവാണ്, ഒരു ട്രിപ്പ് പോവാണ്. അപ്പോൾ ഇന്ന് ആ വീഡിയോ ആണ്, ഇന്ന് റിവീലിംഗ് ആണ്. എവിടെയാണ് ആ സ്ഥലം, എവിടെയാണ് ഞങ്ങൾ പോകുന്നത് എന്നുള്ള ആ വീഡിയോ ആണ്. അപ്പം ഒരു ക്ലൂ ഉണ്ട്. ട്രെയിനിനല്ല പോകുന്നത്, ഫ്ലൈറ്റിനാണ് പോകുന്നത്. അപ്പം രാവിലെയാണ് ഫ്ലൈറ്റ്. അതാണ് ഇത്ര രാവിലെ എണീറ്റിട്ട് ഇങ്ങനെ ഇരിക്കണത്. അമ്മേ ഉറക്കം വരുന്നത് എൻ്റെ കർത്താവേ. അപ്പം അതിരാവിലെ നമ്മൾ 5 മണിക്കാണല്ലോ നമ്മളിപ്പോൾ എണീറ്റു. അപ്പോൾ താഴെ പോകുമ്പോൾ എന്തെങ്കിലും ചായ കുടിക്കണം, എന്തെങ്കിലും കഴിച്ചിട്ട് പോകണം എന്നുള്ള സ്ഥിരം ഒരു പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് താഴെ പോയി നോക്കാം. ഇങ്ങനെ ഞാൻ ബ്രഷ് ചെയ്ത് നേരെ താഴേക്ക് പോകാം, എന്നിട്ട് കാണിച്ചു തരാം. അവരെന്താ എവിടെയാണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇപ്പോൾ എണീറ്റുള്ളൂ, താഴെ പോയി നോക്കാം. പൊഞ്ചി എണീക്ക്, നമുക്ക് പോണ്ടേ. ഇതാണ് അവസ്ഥ. എണീറ്റിട്ടില്ല എണീറ്റ്. അതൊക്കെ ഞാൻ സെറ്റായിട്ട് ഞാൻ കറക്റ്റ് സമയത്ത് എണീറ്റ്. ഇങ്ങനത്തെ സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ തള്ളാം. ഓക്കെ, അത് കുഴപ്പമില്ല. പൊഞ്ചി എണീക്കുന്നില്ലേ? അല്ല, ഇന്ന് നമുക്ക് പോണ്ടേ? ബാ, താഴെ ബാ, ചായ കുടിക്കണോന്ന് ചോദിച്ചു. 5 മണിയൊക്കെ കഴിഞ്ഞടാ. എന്നാ ബാ. എണീറ്റ് നമുക്ക് ബ്രഷ് ചെയ്ത്. അതേ, സ്ഥലത്തിൻ്റെ പേര് പറയരുത് കേട്ടോ, എന്ത് പറയുമ്പോഴും. ഏത് സ്ഥലം എന്നൊക്കെ. പപ്പ ചെവിയിൽ മറ്റേ പുരുഷയുടെ ചെവിയിൽ മുടിയൊക്കെ ഉള്ള പോലെ ചെവിയിലിട്ടുകൊണ്ട് പോയിട്ടുണ്ട്. പുരുഷോ ഒന്നും അറിയില്ല. പണ്ട് തൊട്ടേ ഉള്ള ഒരു ആചാര്യമാണല്ലോ. കക്കൂസി പോകാൻ പറ്റില്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലല്ലോ. ആയിക്കോട്ടെ, ശരി. ഇതെങ്ങനെയുണ്ട്? കൊള്ളല്ലേ? നല്ലതല്ലേ? അതിനോ റൈറ്റ്. അപ്പോൾ നമ്മൾ പണ്ടത്തെ പോലത്തെ രാജരാണ്. എവിടെ പോകുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലെങ്കിൽ ചായയും റസ്ക്കും കഴിക്കാനുള്ളത്. വിശപ്പൊന്ന് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാൻ. അപ്പോൾ അതാണിത്, ഗീ റസ്ക്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചായയിൽ മധുരം ഇട്ടില്ല കേസ്, നമ്മൾ ഡയറ്റ് മധുരം ഇട്ടില്ല. ട്രിപ്പ് ആണെങ്കിലും നമ്മൾ കുറച്ചൊക്കെ ഡയറ്റ് നോക്കണമെന്നുണ്ട്. അപ്പം മമ്മിജി ഇപ്പോഴും ബാത്റൂമിലാണ്. പപ്പ അത് കൂടെ പര എന്തൊക്കെയോ കളിക്കുന്നുണ്ട്. പൊന്നു മോളി പോയേക്കുവാണ്. ബ്രഷ് ചെയ്തിട്ട് തിരിച്ചൊന്നുകൂടെ വരാൻ. ബ്രഷ് ചെയ്യാണ്ടാണ് താഴേക്ക് വന്നത്. ഓക്കെ, അപ്പോൾ കഴിക്കാം. ഇത് മറ്റേ ഇത്, ആഹാ, പണ്ടത്തെ സ്കൂൾ കാലം ഓർമ്മ വരുന്നു. ബാ, താരം വന്നു എന്ന് പറഞ്ഞതാ. താരം ഇവിടെ നോക്കിയേ. ഐശ്വരി രാവിലെ തന്നെ ഫുൾ റെഡി ആയിട്ട് ഇപ്പുണ്ട്. ഇങ്ങോട്ട് വാ. രാവിലെ തന്നെ ഫുൾ സെറ്റായി ഒരുങ്ങി ഇരിപ്പുണ്ട്. എല്ലാം കഴിഞ്ഞ് ഇനി മുടിയും കൂടെ കെട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ റെഡി സെറ്റ് സാറാണ്. കണ്ടില്ലേ ഈ ഡ്രസ്സൊക്കെ ഇട്ട്. അപ്പം ഞാനൊന്ന് എണീറ്റ് പൊക്കോട്ടെ. മനുഷ്യനിവിടെ തലയ്ക്കൊക്കെ ബോധം വെച്ച് വന്നേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഞാൻ നോക്കി ഒരാൾ റെഡി. പപ്പ ഓൾറെഡി കുളിച്ചിപ്പോൾ ഇറങ്ങും. പപ്പയാണ് ചായയൊക്കെ ഉണ്ടാക്കി തന്ന് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അമ്മ ബാത്റൂമിലായിരുന്നു. പൊന്നുമോൾ ഓടി മോളിപ്പോയി. നമുക്കിപ്പോൾ പോയി മോളിൽ നിലപ്പോൾ റെഡിയാവാം. അപ്പം നമ്മൾ റെഡിയായി കഴിഞ്ഞു. ഇതാണ് കൊഞ്ച് ബാക്കിൽ എന്താ പറയുക, സോക്സും ഷൂ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി താഴെ നിന്ന് നമുക്ക് കേൾക്കുന്നുണ്ട്, വേഗം ഇറങ്ങുന്നു പറഞ്ഞിട്ട് നമ്മൾ ആസ് യൂഷ്വൽ ലേറ്റ് അല്ല, ഒരു 15 മിനിറ്റ് നമ്മൾ ഇറങ്ങണം എന്ന് ഓർത്തതിൻ്റെക്കാട്ടും ഒരു 15 മിനിറ്റ് മുന്നോട്ടേ, അത്രേ ഉള്ളൂ. അതിനെ നമ്മൾ ലേറ്റ് വിളിക്കത്തില്ലല്ലോ, അത് കുഴപ്പമില്ല. അപ്പം മേക്കപ്പ് ഒക്കെ ചെയ്ത്, ഇതാണ് ഡ്രസ്സ്, ഒരു ക്രോപ്പ് ടോപ്പ്, ഒരു ജീൻസും ഇട്ടേക്കുന്നത്. പൊഞ്ചാണെങ്കിലും ഒരു ജീൻസും സോറി ഗൈസ്, ഭയങ്കര ബിസിയാണ്, മൈൻഡ് ആക്കാൻ പറ്റില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്, തിരിഞ്ഞു നോക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവരുടെ നിലവിളി കേൾക്കുന്നതിന് മുമ്പ് നമുക്ക് താഴേക്ക് പോകാം. എന്നിട്ട് എയർപോർട്ടിലേക്ക് പോയിട്ട് നമുക്ക് നേരെ എന്താണ് അമ്മേ
എന്താ കുറച്ച് കലിപ്പിലാണ് കേസ്. ഓക്കെ, നമ്മൾ ലേറ്റ് ആയി, കുറച്ച് കലിപ്പിലാണ്, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. ഇത് അപ്പൻ എന്താണ് പറയാനുള്ളത്? അനുസരണ ഇല്ലാത്ത 2 പിള്ളേരെ പറ്റി എന്താണ് പറയാനുള്ളത്? ഒന്നും പറയില്ല, ഒന്നും പറയില്ല. കണ്ടോ, അങ്ങനെയാ, മിണ്ടാട്ടം ഒന്നുമില്ല. അപ്പം കുറച്ചുകൂടെ ആക്റ്റീവ് ആണ് കേട്ടോ. ഇല്ല, സോറി, ഇല്ല. ഇതിന് നെബുലകൾ വെച്ചോട്ടോ കുഞ്ചി. അപ്പനാണ് നമ്മുടെ ടാർഗറ്റ്. അമ്മ തൊഴിലോ ഇപ്പൊ നോക്കോ. സെന്ററിൽ ഇവിടെ ഇവിടെ കാണുന്നുണ്ടോ മേലെ? യെസ് യെസ്. എയർപോർട്ടിലേക്ക് വന്ന വഴി ദേ ഇപ്പം ചത്തുപോയ എന്നുള്ള രീതിയിലൊരു KSRTC ബസ് മുന്നിൽ വന്ന് ഇടിച്ചിട്ടുണ്ടായിരുന്നു. ഇടിച്ചില്ല, ഇവൻ ഇടിക്കാൻ വന്നു. പക്ഷെ ഞങ്ങൾ നൈസായിട്ട് രക്ഷപ്പെട്ടു കേസ്. അങ്ങനെ എയർപോർട്ട് എത്തി. അപ്പോൾ നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. കണ്ടോ, എയർപോർട്ട് എത്തി, നമുക്ക് ഉള്ളിൽ പോകാം. അപ്പോൾ ഞങ്ങൾ പാസ്പോർട്ടൊക്കെ എടുത്ത് സ്റ്റുഡൻസ് അസംബിൾ ചെയ്തിട്ടുണ്ട്. അപ്പനാണ് എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ സ്റ്റുഡൻസ് അസംബിൾ ചെയ്ത് പോലെ എടുക്കുകയാണ്. എന്റെ അമ്മയുടെ നടന്ന വിസ്മയമാണ് നമ്മളിപ്പോ കാണുന്നത്. നടന്ന വിസ്മയം. എവിടെയാന്ന് മാത്രം പറയരുത്, അത്രേ ഉള്ളൂ. അത് അവസാനം. ഓക്കെ. അങ്ങനെ കാലിക്കറ്റ് നിന്ന് ആദ്യമായിട്ട് ഒരു ഇന്റർനാഷണൽ ട്രിപ്പ് വന്നു കേട്ടോ. ബിക്കോസ് അല്ലെങ്കിൽ ഇതിന് മുമ്പ് പോയിട്ടുള്ളതൊക്കെ ഞങ്ങൾ ഒന്നെങ്കിൽ മുംബൈയിൽ നിന്നായിരിക്കും പോയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കൊച്ചിയിൽ നിന്നായിരിക്കും പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് കാലിക്കറ്റ് ഇന്റർനാഷണൽ രീതിയിൽ നമ്മൾ കയറുന്നത്. പ്രശ്നമാണ് ഗൈസ്, പ്രശ്നമാണ്. ഇതൊരു ദുരൂഹ നിറഞ്ഞൊരു ട്രിപ്പോ. ഓക്കെ ഗൈസ്, ഏറ്റവും പ്രശ്നക്കാരി ഇതാണ്. ജർമ്മനിയിൽ നിന്ന് ലാൻഡ് ചെയ്തപ്പോൾ ഇവിടുത്തെ ചൂടൊന്നും പറ്റുന്നില്ല. AC കാറിൽ മുന്നിലേ ഇരിക്കാൻ പറ്റില്ല. ആവശ്യമൊന്നുമില്ല. 2 ഡിഗ്രി 3 ഡിഗ്രി അപ്പനെ ഞാനുണ്ടല്ലോ. അങ്ങനെ ലഗേജൊക്കെ ചെക്കിങ്ങിന് വേണ്ടി കൊടുത്തു, വലിയ ലഗേജൊക്കെ. അതിന് ശേഷം പിന്നെ ബോർഡിംഗ് പാസും കിട്ടി. പിന്നെ അതിന് ശേഷം എന്താണ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കിങ്, ഇമിഗ്രേഷനൊക്കെ. ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇവിടെ കൂട്ടിട്ട് ഒരുത്തി വന്ന് നോക്കുന്ന വലിയ ഷൂ ഒക്കെ ഇട്ട് ഇറങ്ങിയതാ. എൻ്റെ ഇരിക്കുന്ന നോക്കിപ്പോൾ ഷൂ എടുത്ത് കളയണമെന്ന് പറഞ്ഞു, ഷൂ എടുത്ത് മാറ്റണം എന്ന് പറഞ്ഞ് ഷൂ മാറ്റി അതൊക്കെ ചെക്കിങ്ങിനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനലി ഇനി വിശക്കുന്നു. വീട്ടിൽ നിന്ന് ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേസ്. അതാണ് ഹൈലൈറ്റ്. വീട്ടിൽ നിന്ന് ഞങ്ങൾ ചപ്പാത്തി റോളൊക്കെ ഉണ്ടാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. അതിന് പോയി കഴിക്കണം. വിശന്നിട്ട് കുടൽ എരിഞ്ഞുകൊണ്ടിരിക്കാം. മെറ്റലിൻ്റെ എന്തോ ഉള്ളതുകൊണ്ടാ തോന്നുന്നു. ഇട്, മെറ്റലിൻ്റെ ഉള്ളതുകൊണ്ടാ തോന്നണം. ഇട്ടോ മോളിട്. കഷ്ടപ്പെട്ട് ഇങ്ങനത്തെ വലിയ ബൂട്ട്സൊക്കെ ഇടുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഞാൻ സഹായിക്കാം, ഞാൻ നോക്കി നിന്ന് സഹായിക്കാം. നോക്കി നിന്ന് സഹായിച്ചാൽ മതി, വേറെ സഹായം നോക്കി നിന്ന് നമ്മൾ സഹായിക്കും. ഇപ്പോൾ മോറൽ സപ്പോർട്ട്. വീട്ടിൽ നിന്ന് അമ്മ നല്ല ചപ്പാത്തിയും ഒരു റോളുണ്ട്, ആ റോൾ ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പുറത്തുനിന്നൊന്നും കഴിക്കേണ്ട, ഹെൽത്തി ആയിട്ട് നമുക്ക് കഴിക്കാൻ. ഫുഡൊന്നും നമ്മൾ പുറത്തുനിന്ന് കഴിക്കില്ല, നമ്മളെല്ലാം വീട്ടിൽ നിന്ന്. ആക്രാന്ത കാരണമല്ല, വെറുതെ എന്തിനാണ് നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിക്കണമെന്ന് ഓർത്തിട്ട് നമ്മൾ കൊണ്ടുപോയിട്ടുണ്ട്. 8 റോ. ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷനാണ്. പപ്പ ശബ്ദം എടുത്തേക്കാണ് മിണ്ടില്ലാന്ന്. സോ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. 3 സ്ത്രീകളെ കൊണ്ട് പോകുന്ന കഷ്ടപ്പാടാ മനുഷ്യനല്ലേ മനസ്സിലാവുള്ളൂ. ഇതൊക്കെ ഞാൻ പറയും. ഓക്കെ, ഇതാ കണ്ടോ, ഫുൾ പ്രൊഫഷണൽ രീതിയിലാണ് ഓയിലൊക്കെ വെച്ച് കവർ ചെയ്ത്. വിശക്കുന്ന, ഒരു മിനിറ്റ് ഒന്ന് കഴിച്ചോട്ടെ. നമ്മ പെട്ടെന്ന് മുഖം മാറിയതുണ്ടല്ലോ, പെട്ടെന്ന് ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആക്രമൊന്നുമില്ല, ചെറിയൊരു വിശപ്പ്. ഇതെന്താ കയറിയിട്ടേക്കുന്നത്? സ്റ്റൈലാ, ഫാഷനാ, ഫാഷൻ. അമ്മയ്ക്ക് ഇങ്ങനത്തെ ജീൻസ് ഇഷ്ടമല്ലെന്ന് പറഞ്ഞു, അപ്പോൾ അതുകൊണ്ട് മേടിച്ചത്. അതുകൊണ്ട് വാങ്ങിയതാണ്. ബിസിയാണ്. പപ്പ വേണമെങ്കിൽ ഒന്ന് നോക്കിക്കോ. എൻ്റെ ദൈവമേ, ഈ പപ്പനെ എങ്ങനെയാണ് സംസാരിപ്പിക്കുക? ഒന്ന് അടി ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇപ്പം സംസാരിക്കുന്നത് ശ്രമിച്ചു നോക്കട്ടെ. ഞാനൊന്ന് എന്തെങ്കിലും പറഞ്ഞ് അടി ഉണ്ടാക്കാൻ പറ്റുമോ?
അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്നപ്പോഴത്തേക്കും തന്നെ ബോർഡിങ്ങിനുള്ള സമയമായിരുന്നു കേട്ടോ. ഞങ്ങൾ സോൺ 3 സീറ്റ്സ്, ഞങ്ങൾ ബാക്കിലായിട്ടുള്ള സീറ്റ്സ് ആയിരുന്നു. അപ്പോഴത്തേക്കും അങ്ങനെ വിളിച്ച് പിന്നെ ബോർഡിംഗ് ആണ്. ഞങ്ങൾ ഉള്ളിലേക്ക് ഫ്ലൈറ്റിലേക്കൊക്കെ കയറാൻ തുടങ്ങി. കറക്റ്റ് ഫ്ലൈറ്റിൻ്റെ സമയത്ത് തന്നെ കറക്റ്റായിട്ട് എടുത്തു. ആൻഡ് അതേപോലെ തന്നെ കറക്റ്റ് സമയത്ത് തന്നെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തി. ഡെസ്റ്റിനേഷൻ പക്ഷേ നമ്മൾ അറിയില്ലല്ലോ, ഇപ്പം നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ. ഡെസ്റ്റിനേഷൻ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ മതി. കുറച്ചുകൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതായിരിക്കും എവിടെയാണ് കറക്റ്റ് പോകുന്നതെന്നുള്ളത്. അപ്പോൾ ഫ്ലൈറ്റ് കയറിയ ഉടനെ തന്നെ ഫുഡൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്ലൈറ്റിൽ. അപ്പം നമ്മൾ ഫ്ലൈറ്റ് കയറി, ഒരു ബഹളം കേൾക്കുന്നുണ്ടായിരുന്നു. ഫ്ലൈറ്റ് കയറി കുറച്ച് മണിക്കൂറുകൾക്കുള്ളൂ, അത്ര ഒത്തിരി ദൂരമൊന്നുമില്ല, ഇച്ചിരി മണിക്കൂറുകളേ ഉള്ളൂ. അപ്പം ഞാൻ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അവസരമോ എന്തെങ്കിലുമൊക്കെ എടുത്ത് കാണാമെന്ന് ഓർത്ത് ഞാൻ സിനിമയൊക്കെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ 3 ദിവസമായിട്ടാണ് അപ്പലാണ്. ഓക്കെ, ഇന്നലെ രാത്രി ആണെങ്കിൽ ഉറങ്ങിയപ്പോൾ നല്ല ലേറ്റുമായി. രാവിലെ ആണെങ്കിൽ അതിരാവിലെ എണീക്കേണ്ടിയും വന്നല്ലോ, പാക്കല്ല, ഐ മീൻ എയർപോർട്ടിലേക്ക് വരാനുള്ള കാരണം. അതുകൊണ്ട് തന്നെ ഫ്ലൈറ്റ് കയറിയത് സിനിമയൊന്നും കാണാൻ പറ്റിയില്ല. 10 മിനിറ്റ് കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ എല്ലാവരും ഉറങ്ങിപ്പോയി. അപ്പം ഇനി അരമണിക്കൂറോട് കഴിയുമ്പോൾ നമ്മളെത്തും. അപ്പം ടൈം ഡിഫറൻസ് നിങ്ങൾക്കൊരു ക്ലൂ തരാൻ പറ്റും. എത്രയാണ് ടൈം ഡിഫറൻസ്? ഇന്ത്യൻ ടൈം 12:20. അപ്പം അവിടെ സമയം 10:50, 10:50, 1.5 മണിക്കൂർ ഡിഫറൻസ്. അപ്പം ശരി, ബൈ. അങ്ങനെ നമ്മളൊരു 3-4 മണിക്കൂറിനുള്ളിൽ നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തിയേക്കാണ്. ഇപ്പം നിങ്ങൾക്ക് ഏതാണ്ട് ഒരു പിടി കിട്ടേണ്ടതാണ്. ബിക്കോസ് നമുക്ക് ഓൾമോസ്റ്റ് അറിയാം 4 മണിക്കൂർ എങ്ങോട്ടേക്ക് ആയിരിക്കും എന്നുള്ള രീതിയിൽ അറിയാം. പക്ഷേ വേറെ സ്ഥലങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം ഇനി ഞാനിത് പറഞ്ഞു 4 മണിക്കൂറിലേക്ക് ഈ സ്ഥലം മാത്രമേ ഉള്ളോടി എന്ന് പറഞ്ഞ് വരണ്ട. അപ്പോഴത്തേക്കാണെങ്കിൽ അതിനുശേഷം പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് നമ്മുടെ അറൈവലിലേക്ക് നമ്മൾ പോകണമല്ലോ. അപ്പോൾ അവിടെ ആണെങ്കിൽ 100,000 ഇമിഗ്രേഷൻ ഓരോരോ കാര്യങ്ങൾ, ഓരോരോ എന്താ പറയുക, അയ്യോ അതിൻ്റെ വേർഡ് എന്തായിരുന്നു, ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഞാനും അമ്മയും ചേച്ചിയും ആദ്യമായിട്ടായിരുന്നു ദുബായ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് ഇമിഗ്രേഷൻ്റെ ഫോർമാലിറ്റീസ് ഉണ്ടായിരുന്നു. അപ്പനൊരു ഫോർമാലിറ്റി ഉണ്ടായിരുന്നില്ല. അപ്പം നേരെ തന്നെ കയറി നേരെ അങ്ങോട്ടേക്ക്, നേരെ തന്നെ ഉള്ളിലേക്ക് അങ്ങ് കയറിപ്പോയി. ഇപ്പം പറഞ്ഞുതരാം ഏതാ സ്ഥലം നിന്നോ, അങ്ങോട്ടേക്ക് പോട്ടെ. ഞാൻ ഇമിഗ്രേഷന് കുറച്ച് ലേറ്റ് ആയിരുന്നു, ഇവരുടെ ബാക്കിലാണോ, അങ്ങോട്ടേക്ക് പോട്ടെ. നമ്മൾ എത്തി സ്ഥലം ഇപ്പം പറയാം, കാറി കയറട്ടെ ഒന്ന്. ഇതാണ് നമ്മുടെ വണ്ടി, ഇതാണ് നമ്മളെ കൊണ്ടുവരാമെന്ന വണ്ടി. കൊള്ളാം അല്ലേ, അടിപൊളി ആയിട്ടുണ്ടത്. അതെ, അപ്പൊ നമ്മളെവിടെ എത്തിയേക്കുന്ന അമ്മ, വെൽക്കം ടു ദുബായ്. അയ്യോ, വെൽക്കം ടു ദുബായ്. അപ്പം ഇനി ദുബായിലായിരിക്കും ഒരു 4-5 ഡേയ്സ്. നമ്മളെല്ലാവരും കൂടെ ചില്ലിങ് ആയിരിക്കും. അടിപൊളിയായിട്ട് കയറാം. എനിക്ക് ഞാൻ ഇവിടെ എന്താ DXP എന്നല്ലേ എഴുതിയിരിക്കണത്, എയർപോർട്ടിൻ്റെ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ എത്തി, വണ്ടി കയറാം. ഈ വണ്ടി തന്നെ ഫാൻസി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇരിക്കങ്ങോട്ട്. എന്താണ് പറയാനുള്ള 3 പേർക്കും? അത്ര പറയുള്ളൂ, വഴക്കുണ്ടാക്കരുത്, വന്ന് ലാൻഡ് ചെയ്തോളൂ. അപ്പോഴത്തെ വഴക്കുണ്ടാക്കാൻ തുടങ്ങരുതെന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ എത്തി. ചേട്ടൻ നമ്മളിപ്പോൾ ഹോട്ടലിലേക്ക് കൊണ്ടുപോകും. എവിടെ ഹോട്ടൽ, എത്ര ദൂരം ഉണ്ടെന്ന് പറഞ്ഞാൽ? ഓക്കെ, എത്ര ദൂരം ഉണ്ടെന്ന് ചോദിച്ചാൽ ഏത് ഹോട്ടലാണെന്നല്ല, എത്ര മിനിറ്റ് എന്നായിരുന്നു പറഞ്ഞത്? 20 മിനിറ്റ്സ് ആണ് ഇവിടുന്ന് ദൂരമുള്ളത്. അപ്പോൾ അങ്ങനെ ഫൈനലി നമ്മൾ ദുബായ് എത്തിയിരിക്കുകയാണ് മക്കളെ, എത്തിയിരിക്കുകയാണ്. അപ്പനെ ഇമിഗ്രേഷൻ്റെ അവിടെ നിന്നൊക്കെ കയറ്റി വിട്ടു. അപ്പനെ ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് വരുന്നതായിരുന്നു. എന്നെ അമ്മേനും ചേച്ചീനെ നിർത്തിച്ചു, നിങ്ങൾ പോകണ്ട, നിങ്ങൾ കറങ്ങിപ്പോയി ഇമിഗ്രേഷനൊക്കെ കാണിച്ചിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ കുറച്ച് സമയം പോയിട്ടുണ്ടായിരുന്നു. അതിന് ഹാൻഡ് ലഗേജൊക്കെ എടുത്ത് ഇപ്പോൾ വണ്ടി കയറി. ഡാഡിൻ്റെ അവിടെ എല്ലാം ഓൾറെഡി എത്തി ഹോട്ടലിൽ. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് പോകണം. അപ്പം എയർപോർട്ടിൽ നിന്ന് ഒരു 15-20 മിനിറ്റ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഹോട്ടലിലേക്ക്. അപ്പോൾ ആ ചേട്ടനാണെങ്കിൽ ഞങ്ങളെ കൊണ്ടുപോയിട്ട് പോയി. ആൻഡ് ചെക്ക് ഇൻ സമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ അവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആയിരുന്നു. നമ്മൾ ഹോട്ടലെത്തി, പക്ഷേ ഇവിടെ ചെക്ക് ഇൻ ചെയ്യണമെങ്കിൽ 2 മണിയാവണം. അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റിംഗ് ആണ്, ചെക്ക് ഇൻ ചെയ്തിട്ടില്ല. ഓക്കെ, ഇവർക്ക് സിം കൊടുത്തു ഗേസ്, എനിക്ക് ഫ്രീ സിം തന്നില്ല. എനിക്ക് മാത്രം ഫ്രീ സിം തന്നില്ല, ഇവർക്ക് അവിടുത്തെ ഇമിഗ്രേഷൻ അവിടുന്ന് ഫ്രീ സിമ്മും വൈഫൈയുടെ ഒക്കെ കൊടുത്ത്. അപ്പോൾ ഇനി ഇവരോട് കെഞ്ചണം.
അങ്ങനെ നമ്മൾ ഹോട്ടലിൽ കയറി. അയ്യോ ഹോട്ടലിൽ കയറി. ഞങ്ങൾ രണ്ടുപേരും കൂടെയാണ് ഒരു റൂം. ജസ്റ്റ് ഒബ്വിയസ്ലി അപ്പയമ്മ അപ്പുറത്തെ റൂം, ഞാനും പൊഞ്ചിങ്ങളുടെ ഒരു റൂം. എൻ്റെ എന്തൊരു പൊടിയാ. അപ്പം ഹോട്ടലെത്തി. ഇനി രാത്രി ഇങ്ങോട്ട് പാത്രം പോവാം. രാത്രി ഒരു ക്രൂസ് ഉണ്ട്. അപ്പം അടുത്ത് നമ്മുടെ വ്ളോഗ് ക്രൂസിലായിരിക്കും. നമ്മൾ റെഡി ആയിട്ട് നല്ല ഞാനൊരു കോക്ടെയിൽ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ട്. എന്താടാ പ്രോപ്പർ ക്രൂസ് അല്ല കേട്ടാ, ഒരു ഡിന്നറാണ് അവിടെ. അപ്പം ഇങ്ങനെ പാർട്ടി ഉണ്ടെന്ന് തോന്നുന്നു. പാർട്ടിയും ഫുഡും ഡാൻസൊക്കെയാണെന്ന് തോന്നുന്നു. നമുക്ക് പോകുമ്പോൾ അറിയില്ല, ഞാൻ നേരത്തില്ല ദുബായ് തന്നെ. അപ്പം എന്തായാലും അത്രയേ ഉള്ളൂ. നമ്മൾ എത്തി. ഫൈനലി നമ്മളിവിടെ ഒരു 3-4 ദിവസം ഉണ്ടാവും. അപ്പം എന്തൊക്കെയോ ഓഡിയോ മെസ്സേജ് അയക്കുന്നുണ്ട്, എന്താണെന്ന് ഇപ്പൊക്കെ പോയി കേൾക്കണം. അപ്പം അത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ എത്തി. ഞങ്ങൾ കുറച്ച് റെസ്റ്റ് ചെയ്ത് എണീറ്റ് ഡ്രസ്സപ്പ് ചെയ്തിട്ട് തിരിച്ചു പോകണം. അപ്പം സീ യു ഇൻ ദി നെക്സ്റ്റ് വ്ളോഗ്. ബൈ.